വെൽക്കം ടു CK മല്ലൂസ്. 25-21 എന്ന ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അമ്മയുടെ ഡയറി വായിച്ചു കിടന്ന് ഉറങ്ങിപ്പോയ മിഞ്ചയ്ക്ക് രാവിലെ അമ്മ എഴുന്നേൽക്കുന്ന പറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ 18 വയസ്സുള്ള ഹീതു മുന്നിൽ നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. ശരിക്കും കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് അമ്മയുടെ ഇപ്പോഴത്തെ രൂപം അവൾക്ക് വ്യക്തമായത്. 11 മണിയായിട്ടും നിനക്ക് എഴുന്നേൽക്കാറായില്ലേ? തെറാപ്പിക്ക് പോകേണ്ട ദിവസമാണെന്നറിയില്ലേ എന്ന് ഹീതു അവളോട് ചോദിക്കുന്നു. ഞാൻ ഇനി ബാലറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ തെറാപ്പിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മിഞ്ചെ പുതപ്പ് വലിച്ച് മുഖത്തേക്കിടുന്നു. നിനക്ക് ശരീരം മുഴുവൻ വേദനയാണെന്ന് നീ എപ്പോഴും പരാതി പറയാറുണ്ടല്ലോ. ബാലറ്റ് ചെയ്യില്ലെന്ന് വെച്ച് നിനക്ക് മര്യാദയ്ക്ക് നടക്കണ്ടേ? അതിന് തെറാപ്പിക്ക് പോയേ പറ്റൂ. വേഗം എഴുന്നേറ്റ് റെഡിയായി വരാൻ പറഞ്ഞ് ഹീതു പുറത്തേക്ക് പോകുന്നു. ഞാൻ മുഴുവനായി അമ്മയുടെ ഡയറിക്കുള്ളിലായെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും 18 വയസ്സുള്ള ഹീതുവിനെ കണ്ട പോലെ തോന്നിയതെന്ന് മിഞ്ചെ ചിന്തിക്കുന്നുണ്ട്. ഹീതു മിഞ്ചയുടെ ബാഗിൽ നിന്ന് തുണി കുടഞ്ഞ് താഴേക്കിട്ടിട്ട് ഒരു ബാഗ് പോലും മര്യാദയ്ക്ക് അടുക്കി വെക്കാൻ അറിയാത്തവളാണ് വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നത്. അല്ലെങ്കിൽ തന്നെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുന്നത് ഓടിപ്പോകുന്നതിൽ പെടുമോ എന്നെല്ലാം പറയുന്നുണ്ട്. മിഞ്ച ബാലറ്റിൽ നിന്ന് ഇത്ര വലിയ ഗ്യാപ്പ് എടുക്കാൻ അവളുടെ ബോഡി ഷേപ്പ് ഒക്കെ പ്രശ്നമാവില്ലേ എന്ന് അമ്മ ഹീതുവിനോട് ചോദിച്ചപ്പോൾ, ഫെൻസിങ് മതിയാക്കാൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചയാളെ മിഞ്ച ബാലറ്റ് മതിയാക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഇത്ര വിഷമോ എന്ന് ഹീതു ചോദിക്കുന്നു. അവൾ നിന്നെ പോലെയല്ല, മിടുക്കിയാണ് എന്ന് അമ്മ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണല്ലോ ഞാൻ കൊറിയൻ ഫെൻസിങ്ങിൽ ചരിത്ര നേട്ടം ഉണ്ടാക്കിയത് എന്ന് ഹീതു പറയുന്നുണ്ട്. അതോടെ അമ്മ മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നു. തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മിഞ്ചെ മതിയാക്കി എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ അടങ്ങിക്കിടക്ക്, ഇത് കഴിയുമ്പോൾ നിന്റെ ഫേവറേറ്റ് സാലഡ് ഷോപ്പിലേക്ക് കൊണ്ടുപോകാമെന്ന് ഹീതു പറയുന്നു. ആർക്ക് വേണം സാലഡ്? എനിക്ക് ബർഗർ മതി. ഞാൻ ഈ ഡയറ്റ് എടുക്കാനൊന്നും പോകുന്നില്ല എന്ന് മിഞ്ചെ പറയുന്നുണ്ട്. മടങ്ങുന്ന വഴി അവൾ ആവശ്യപ്പെട്ട പോലെ ബർഗർ വാങ്ങിക്കൊടുത്ത ശേഷം, നീ ശരിക്കും ബാലറ്റ് മതിയാക്കാൻ തന്നെയാണോ തീരുമാനം എന്ന് ഹീതു അവളോട് ചോദിക്കുന്നു. അമ്മ ഫെൻസിങ്ങിൽ മിടിക്കല്ലാഞ്ഞിട്ടും അമ്മ എന്താ ക്വിറ്റ് ചെയ്യാഞ്ഞത് എന്ന് മിഞ്ചെ ചോദിച്ചപ്പോൾ ഹീതുവിന് ദേഷ്യം വരുന്നു. ഞാൻ മിടിക്കല്ലായിരുന്നു എന്ന് നിന്റെ അമ്മൂമ്മയാണോ നിനക്ക് പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചവൾ ദേഷ്യപ്പെടുന്നു. എനിക്ക് ഫെൻസിങ് വളരെ ഇഷ്ടമായിരുന്നു. ഫെൻസിങ് വാളുമായി പിച്ചിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷവതിയായിരുന്നു എന്ന് നിനക്കറിയാമോ എന്ന് ഹീതു മകളോട് പറയുന്നുണ്ട്. മിഞ്ച ഇടയ്ക്ക് ബാത്റൂമിൽ പോകാൻ ചെന്നപ്പോൾ ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് ഇതിനും കോഡുണ്ടോ എന്ന് അവൾ സ്വയം ചോദിക്കുന്നു. അതിനുശേഷം വീണ്ടും പഴയ കാലത്തേക്ക് പോവുകയാണ്. മാത്സ് അക്കാഡമിയിലെ ബാത്റൂമിന്റെ ഡോർ ലോക്ക് ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്തത് അതുവഴി വന്ന ഇജിൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ അതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് ആ നമ്പർ ഹീതുവിന്റെ വീട്ടിലേക്കുള്ള അന്നത്തെ പത്രത്തിന്റെ മുകളിൽ വിവരം പറഞ്ഞ് ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിച്ചു വെക്കുന്നുണ്ട്. ഇന്നലെ എന്നെ സന്തോഷിപ്പിച്ചതിന്റെ പ്രതിഫലമാണ് എന്നും അവൻ എഴുതിയിരുന്നു. ഇതത് വായിച്ച് ചിരിക്കുന്നുണ്ട്. ഇജിൻ പത്രവിതരണം കഴിഞ്ഞ് വീടിന്റെ മുറ്റത്ത് വന്നു കയറി ക്ഷീണം തീർക്കാൻ അവിടെ വന്നിരുന്നപ്പോഴാണ് സെങ്വാങ് സ്കൂളിൽ പോകാനായി ഇറങ്ങി വന്നത്. അവനിട്ടിരിക്കുന്ന ഷർട്ടിലെ പേര് കണ്ട് അവൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞിരിക്കാൻ പറയുന്നു. പുറകിലെ എഴുത്ത് കണ്ടപ്പോൾ അവന്റെ സ്കൂളിലെ ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബിന്റെ ഓൾഡ് മെമ്പർ ആയിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. സെങ്വാങ് ശരിക്കും ഞെട്ടുന്നതിനാൽ അവളുടെ കയ്യിലിരിക്കുന്ന ഡ്രിങ്ക്സ് താഴെ വീണ് പോകുന്നുണ്ട്. ഈ ടീഷർട്ട് എങ്ങനെ കിട്ടിയെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ നിന്റെ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്, ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബിലെ മെമ്പറുമാണ് എന്നവൻ പറയുന്നു. നമ്മളെപ്പോലെയൊന്നുമല്ല കൊറിയക്കാർ, സീനിയേഴ്സിനോട് ഭയങ്കര ബഹുമാനമാണ്. അവൻ തന്റെ സീനിയർ ആയിരുന്നു എന്നറിഞ്ഞതും അവൾ ഓടിച്ചെന്ന് ബഹുമാനം കാണിച്ച് സ്വയം പരിചയപ്പെടുത്തുന്നു. ഇത്രനാളും ലാൻഡ് ഓണറുടെ അധികാരത്തോടെ സംസാരിച്ചിരുന്ന അവൾ പെട്ടെന്ന് അമിത വിനയത്തോടെ മുന്നിൽ നിൽക്കുന്ന കണ്ട് ഇജിൻ ഒന്ന് നിവർന്നിരുന്ന് കാലൊക്കെ മുകളിൽ കയറ്റി വെച്ച് സീനിയറിന്റെ ഗാവ് കാണിച്ച് സ്വയം പരിചയപ്പെടുന്നു. അവൻ ഇജിനാണെന്ന് അറിഞ്ഞപ്പോൾ, ചേട്ടൻ റിച്ച് ആണെന്നാണല്ലോ ഞാൻ കേട്ടത്, പിന്നെ എന്ത് പറ്റി, കടക്കണിയില്ലാതെയാണോ എന്ന് അവൾ ചോദിക്കുന്നു. കാറ്റ് കുത്തിവിട്ടതുപോലെ ഇജിന്റെ മത്സരപിടുത്തമൊക്കെ തീരുന്നുണ്ട്. നീ സ്കൂളിൽ പോവുകയാണെങ്കിൽ എനിക്കിപ്പോൾ കുളിക്കാമില്ല അല്ലേ എന്ന് ഇജിൻ ചോദിച്ചപ്പോൾ, പിന്നെന്താ ഇപ്പോഴൊന്നല്ല, ചേട്ടന് ഇഷ്ടമുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ കുളിച്ചോളൂ, എനിക്കതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് സെങ്മങ് പറയുന്നു. അത് വേണ്ട, ഇവിടെ വെള്ളത്തിന്റെ ഫോഴ്സിന് പ്രശ്നമുള്ളതല്ലേ, വാടകക്കാരന് ഞാൻ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് അവക്കൊരു താങ്ങ് കൊടുത്തിട്ട് അവൻ അകത്തേക്ക് കയറി പോകുന്നു. നാഷണൽ ഫെൻസിംഗ് ടീമിലെ 8ാം സ്ഥാനത്തുള്ള അത്ലറ്റിന് സാരമായ പരിക്ക് പറ്റിയതിനാൽ അവൾക്കൊരു വർഷത്തേക്കെങ്കിലും ടീമിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. ആ സ്ഥാനത്തേക്ക് 9 മുതൽ 24 വരെയുള്ള റാങ്കിങ്ങിൽ നിന്ന് ഏറ്റവും മികച്ച ഒരാളെ തിരഞ്ഞെടുക്കാൻ അടുത്ത തന്നെ ഒരു മത്സരം നടക്കുന്നുണ്ടെന്നും കോച്ച് അടുത്ത ദിവസം ടീം അംഗങ്ങളെ അറിയിക്കുന്നു. പക്ഷേ 24 വരെയുള്ള റാങ്കിങ്ങിൽ അവിടെ നിന്ന് ആരും ഉൾപ്പെട്ടിട്ടില്ല. ഹീതുവിന് 26ാം റാങ്കാണ്. 2 സ്ഥാനത്തിന് ചാൻസ് നഷ്ടപ്പെട്ടത് ഒരു കഷ്ടമായി പോയി എന്ന് കോച്ച് പറയുന്നുണ്ട്. മിനിമം അറ്റൻഡൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ന് എല്ലാവരും രാവിലെ ക്ലാസ്സിലേക്ക് പോയിക്കോ, ലഞ്ച് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് കോച്ച് എല്ലാവരോടുമായി പറയുന്നു. യൂറിമും തൻ്റെ അതേ ക്ലാസ്സിലാണെന്ന് കുട്ടികൾ അവൾക്ക് ചുറ്റും ഓട്ടോഗ്രാഫിന് കൂടുന്ന ബഹളം കേട്ടപ്പോഴാണ് ഹീതു അറിഞ്ഞത്. അവൾ തലയിൽ കൈവച്ച് തിരിഞ്ഞപ്പോഴാണ്, നീ ഹീതുവുമായി കൂടുതൽ അടുത്തോ? നിന്റെ ആരാധനാപാത്രത്തോടൊപ്പം ഫെൻസിങ് ചെയ്യാൻ നല്ല രസമായിരിക്കുമല്ലേ എന്ന് ജിവുങ് ചോദിച്ചത്. അപ്പോഴൊക്കെ സാർ ക്ലാസ്സിലേക്ക് വരുന്നതിനാൽ അവൾക്ക് അതിന് മറുപടി പറയേണ്ടി വരുന്നില്ല. യൂറിമിന്റെ കയ്യിൽ ടെക്സ്റ്റില്ലെന്ന് കണ്ടപ്പോൾ, ഫെൻസിങ് ടീമിലുണ്ട് എന്ന് കരുതി സ്റ്റുഡൻറ് ഡ്യൂട്ടി ചെയ്യേണ്ടതാണോ? വാളില്ലാതെ ഫെൻസിങ് ചെയ്യാൻ പറ്റുമോ? അതുപോലെയാണിതും. പണിഷ്മെന്റായി ക്ലാസ്സിന് പുറത്തു പോയി കൈ ഉയർത്തി പിടിച്ച് മുട്ടുകുത്തിയിരിക്കാൻ സാർ യൂറിമിനോട് പറയുന്നു. വേറെ ആർക്കൊക്കെയാണ് പുസ്തകമില്ലാത്തത് ചോദിച്ചപ്പോൾ ഡെസ്കിന് പുറത്ത് കുത്തി വരച്ചുകൊണ്ടിരുന്ന ഹീതു എഴുന്നേറ്റെങ്കിലും ജിവുങ് തന്റെ പുസ്തകം അവളുടെ മുന്നിലേക്ക് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അവൻ പുറത്ത് യൂറിമിന്റെ അടുത്തായി ചെന്നിരുന്ന് അവളുമായുള്ള പരിചയം പുതുക്കുന്നു. അവൾ പക്ഷെ അവന്റെ പേര് മറന്നിരുന്നു. ജിവുങ് പേരൊന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗോൾഡ് മെഡൽ നേടിയപ്പോഴത്തെ ഫീൽ എങ്ങനെയായിരുന്നു എന്ന് ജിവുങ് ചോദിച്ചപ്പോൾ, ഇങ്ങനെ മുട്ടും കുത്തിയിരിക്കുമ്പോൾ അത് ചോദിക്കണോ എന്നവൾ ചോദിക്കുന്നതിനാൽ, എങ്കിലൊരു ഗോൾഡ് മെഡലിസ്റ്റിനൊപ്പം ഇരിക്കുമ്പോൾ എൻ്റെ ഫീൽ എന്താണെന്ന് ചോദിക്കാൻ അവൻ പറയുന്നു. സന്തോഷം സഹിക്കുക വയ്യ എന്നവൻ പറഞ്ഞപ്പോൾ യൂറിം ചിരിക്കുന്നുണ്ട്.
ഇടയ്ക്ക് പരിക്ക് പറ്റിയ കാൽ വേദനിച്ച് അവൾ തടവുന്ന കണ്ട് അവൻ കാര്യം തിരക്കുന്നു. പരിക്കിന്റെ കാര്യം അറിഞ്ഞുടൻ തന്നെ അവൻ ചാടി നിന്നിട്ട് ജനാല തുറന്ന് സാറിനോട് വിവരം പറഞ്ഞിട്ട് ഞങ്ങൾ മുട്ടുകുത്തിയിരിക്കാതെ കൈ ഉയർത്തി പിടിച്ചാൽ മാത്രം മതിയെന്ന് ചോദിക്കുന്നു. സാർ സമ്മതിക്കുന്നുണ്ട്. അവന്റെ ആ ഓവർ കെയറിങ് ഹീതുവിന് അത്ര പിടിച്ചിട്ടില്ല. ഞാൻ കാഴ്ചയിൽ മാത്രമല്ല പ്രിറ്റി, ഞാൻ ചെയ്യുന്ന കാര്യവും പ്രിറ്റിയാണെന്ന് നിനക്ക് മനസ്സിലായില്ലെന്ന് ജിവും യൂറിമിനോട് ചോദിക്കുന്നുണ്ട്. നീ എന്താ പുസ്തകം കൊണ്ടുവരാഞ്ഞതെന്ന് യൂറിം ചോദിച്ചപ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിലില്ല, ഈ വരാതയിലാണ് എന്ന് പറഞ്ഞവൻ ചിരിക്കുന്നു. യൂറിമും ചിരിക്കുന്നുണ്ട്. നാഷണൽ ടീമിൽ ചേരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ജിവുവിൻ്റെ ടെസ്റ്റിലെല്ലാം എഴുതി വെച്ച് അത് മായ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സെങ്വങ് ഒരു പേപ്പർ ചുരുട്ടിക്കൂട്ടി ഹീതുവിന് എറിഞ്ഞു കൊടുത്തത്. നമുക്കൊരുമിച്ച് ലഞ്ച് കഴിക്കാമെന്ന് അതിൽ എഴുതിയിരുന്നു. ഹീതു സമ്മതമെന്നോണം തിരിഞ്ഞു നോക്കുന്നുണ്ട്. യൂറിമിൻ്റെ ഷോപ്പിലേക്കാണ് അവർ ലഞ്ചിന് പോയത്. യൂറിമിൻ്റെ അമ്മ സെങ്വങ്ങിനോട് സ്കൂൾ ടോപ്പ് സ്റ്റുഡൻറ്റിനെ കണ്ടിട്ട് കുറേ ആയല്ലോ എന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് അവൾ സ്കൂൾ ടോപ്പാണ് എന്ന് ഹീതു അറിഞ്ഞത്. ഇതല്ല, ഭാവിയിൽ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ ഇതിൽ കൂടുതൽ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്താണ് എന്ന് എനിക്കിപ്പോൾ വലിയ ഉറപ്പില്ല. ഇപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാം, ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ് എന്ന് സെങ്വങ് പറയുന്നു. അതെനിക്കറിയാമെന്ന് ഹീതു പറഞ്ഞപ്പോൾ നീ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് സെങ്വങ് ചോദിക്കുന്നു. ഞാൻ എല്ലാ ശനിയാഴ്ചയും പതിവായി ഇവിടെ വരാറുണ്ടായിരുന്നു എന്ന് ഹീതു അപ്പോൾ പറയുന്നുണ്ട്. ശനിയാഴ്ചകളിൽ യൂറിമിൻ്റെ പ്രാക്ടീസ് കഴിയുമ്പോൾ അമ്മയെ സഹായിക്കാനായി അവൾ അവിടെ എത്താറുണ്ടായിരുന്നു. യൂറിമിനെ കാണാൻ വേണ്ടി ഹീതു നേരത്തെ തന്നെ അവിടെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടാവും. ഒരു തവണ യൂറിം വന്നപ്പോൾ അമ്മയും മകളും കൂടി സംസാരിക്കുന്നിടയിൽ അക്ഷമരായി ഉപ്പിലിട്ട റാഡിഷ് ചോദിച്ച് സ്റ്റുഡൻസിൻ്റെ മുന്നിലേക്ക് അത് കൊണ്ടുവച്ചിട്ട് ഇവിടെ ഇത് സെൽഫ് സർവീസ് ആണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ വയ്യ എന്ന് കൂളായി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നത് ഹീതു അപ്പോൾ ഓർമ്മിക്കുന്നു. ഞാനിന്ന് നിന്നോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞത് ഇജിനെ കുറിച്ച് ചോദിക്കാനാണ്. നിനക്കെന്നെ അറിയാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്ന് സെങ്വങ് ചോദിക്കുന്നു. ബന്ധത്തെക്കുറിച്ച് എനിക്ക് വലിയ വ്യക്തതയില്ല, പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സന്തോഷം കണ്ടെത്താറുണ്ട് എന്ന് ഹീതു പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, അതെന്തായാലും നന്നായി. ഞങ്ങളുടെ വാടകക്കാരനെ കുറേ തവണ മര്യാദ പഠിപ്പിക്കാൻ ചെന്നിട്ടുണ്ട്. ഇന്നാണ് അറിഞ്ഞത് അതാണ് ഇജിനെന്ന്. ഞങ്ങളുടെ ക്ലബ്ബ് സീനിയേഴ്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടത്തിലാണ് എന്ന് നിനക്കറിയാമല്ലോ. ഞാനിതുവരെ ഒരു സീനിയറിന്റെ മുഖത്ത് നോക്കി പോലും സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഞാനാണ് അവനെ മര്യാദ പഠിപ്പിക്കാൻ ചെന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് സെങ്വങ് ചോദിക്കുന്നു. നീ അവന്റെ ലാൻഡ് ഓണറുടെ മകളാണോ? അപ്പോൾ നമ്മൾ അയൽക്കാരാണല്ലോ, ഞാനും അതിനോട് തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഇജിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ആകണ്ട, അവൻ പരുക്കനായി സംസാരിക്കുമെന്ന് വെച്ച് ആൾ വെറും പാവമാണ് എന്ന് ഹീതു പറയുന്നുണ്ട്. ഇജിന് അനിയനെയും കൂട്ടി ഒരു ഷോപ്പിൽ വന്ന് ബർഗർ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഹൈൻ്റെ സ്കൂൾമേറ്റ്സ് അവിടേക്ക് വന്നത്. അവർ ഹൈനെ പരിഹസിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഇജിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ എഴുന്നേറ്റ് എന്ന് അവരെ മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അവരാണ് മുമ്പ് അവനെ ഉപദ്രവിച്ചതെന്നും അവന് മനസ്സിലാക്കുന്നു. ഹൈൻ മുമ്പ് തലയിൽ കുത്തിയിരുന്ന വെപ്പുമുടി ആ കൂട്ടത്തിലൊരുത്തൻ തലയിൽ വെച്ചിരിക്കുന്ന കണ്ട് അത് അവന് തിരിച്ചു കൊടുത്തേക്കണം. ഇനി മേലിൽ എൻ്റെ അനിയനെ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ ചെയ്യരുത്. ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞ് ഈജിൻ അവരെ ശരിക്കും വിരട്ടി വിടുന്നുണ്ട്. ചേട്ടൻ്റെ ആ ചേട്ടകളെ ഹീജിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിപ്പോൾ കൗമാരപ്രായത്തിലാണ്, എന്നെ അധികം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇനി ഇങ്ങനെ ചെയ്യരുതെന്നും അവൻ ഈജിനോട് പറയുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടീസിനിടയിൽ വിശ്രമിക്കുന്ന സമയത്ത് ഹീതു മറ്റൊരു സ്റ്റുഡൻറ്റിനോട് രാത്രിയിൽ ഇവിടെ ട്രെയിൻ ചെയ്യാൻ സീനിയർ സ്റ്റുഡൻറ്റ് സമ്മതിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നു. അവളേക്കാൾ കൂടുതൽ വേറെ ആരും ട്രെയിൻ ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല, അതാണ് കാരണമെന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ അത്രയേ ഉള്ളൂ, എങ്കിൽ നമുക്ക് കോച്ചിനോട് കംപ്ലയിൻറ്റ് ചെയ്തുകൂടെ എന്ന് ഹീതു ചോദിക്കുന്നു. മുമ്പ് ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് പണിഷ്മെൻറ്റ് കിട്ടിയതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് ആ കുട്ടി പറയുന്നു. അപ്പോഴാണ് പുറത്തുനിന്നൊരു പെൺകുട്ടി ഓടിക്കയറി വന്നിട്ട് ഫുൾ ഹൗസിൻ്റെ 12ാം മോളിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നത്. യൂറിമും ഹീതുവും ഒരേപോലെ ആവേശത്തോടെ സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. യൂറിം ഉടൻ തന്നെ പ്രാക്ടീസ് മതിയാക്കി അടുത്തുള്ള ഒരു ബുക്ക് ഷോപ്പിലേക്ക് ഓടുന്നുണ്ട്. പക്ഷെ അവളെത്തിയപ്പോഴേക്കും അവിടെ സ്റ്റോക്ക് തീർന്നിരുന്നു. യൂറിമിനെ പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നതിനാൽ അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടി ഇജിൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിലെ നമ്പർ വാങ്ങി അവരെ വിളിച്ച് ബുക്ക് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് വേഗം ബസ് കയറി അങ്ങോട്ടേക്ക് പോകുന്നു. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇജിൻ്റെ ഷോപ്പിലേക്ക് അവൾ ഓടാൻ തുടങ്ങുന്നു. മറ്റൊരു വഴിയിലൂടെ ഹീതുവും അവിടെ ലക്ഷ്യമാക്കി ഓടുന്നുണ്ട്. ഹീതുവാണ് ആദ്യം അവിടെ എത്തിയത്. അകത്ത് കയറി ഫുൾ ഹൗസ് വന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ മറുപടി കേട്ടപ്പോഴാണ് ശരിക്കും അവളുടെ ശ്വാസം നിലച്ചത്. ഫുൾ ഹൗസ് വന്നിരുന്നു, പക്ഷെ മുഴുവൻ കോപ്പിയും പോയി എന്നവൻ പറയുന്നു. എന്നിട്ട് നീ എനിക്കൊരെണ്ണം എടുത്തു വെച്ചില്ലേ, നമ്മൾ തമ്മിലുള്ള ബന്ധം അതാണോ എന്ന് ഹീതു വളരെ വിഷമത്തോടെ ചോദിക്കുന്നു. സോറി, ഞാൻ മറന്നുപോയി, തിരിച്ചു വരുന്നത് ഒരെണ്ണം ഞാൻ ഉറപ്പായി നിനക്കെടുത്ത് വെക്കാം. ഇപ്പോൾ തൽക്കാലം മറ്റൊരു പോപ്പുലർ ബുക്ക് ഡ്രാഗൺ രാജയുടെ കോപ്പി തരട്ടെ എന്നവൻ ചോദിക്കുന്നു. ഇത് നിരാശയുടെ നിലത്തേക്ക് ഇരുന്നിട്ട് അതെങ്കിൽ അത് തരാൻ പറയുന്നു. ഇജിൻ അതിൻ്റെ കോപ്പി എടുക്കാനായി എഴുന്നേറ്റ് പോയപ്പോഴാണ് അവൻ ഇരുന്നതിൻ്റെ പുറകിൽ ഫുൾ ഹൗസിൻ്റെ 12ാം മോളിൽ ഇരിക്കുന്നത് ഹീതു കണ്ടത്. അവളത് കണ്ടു എന്ന് മനസ്സിലായപ്പോൾ ഇജിൻ നൈസായി ചെന്ന് അതെടുത്ത് ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിവിടെ ഉണ്ടായിട്ട് എനിക്ക് തരാത്തതിൻ്റെ കാരണം പറയാൻ ഹീതു പറയുന്നു. അപ്പോഴേക്കും ഫുൾ ഹൗസ് അവിടെ നിന്ന് ചോദിച്ചുകൊണ്ട് യൂറിൻ ഓടി അവിടെ എത്തുന്നു. അവൾക്ക് വേണ്ടിയാണ് ഇജിൻ അത് മാറ്റിവെച്ചതെന്ന് മനസ്സിലായതും ഹീതുവിനാകെ ഭ്രാന്ത് പിടിക്കുന്നു. അവൾ അവനോട് ഫ്രണ്ട്ലിയായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ, എങ്ങനെയാണ് എന്ന് യൂറിൻ ആകാംക്ഷയോടെ ചോദിക്കുന്നു. കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ, ഞാൻ സ്ഥിരമായി ബുക്ക് എടുക്കുന്ന ഷോപ്പിലെ ജോലിക്കാരനാണ് ഇവൻ. എന്നിട്ട് സ്ഥിരം കസ്റ്റമറായി എന്നെ പരിഗണിക്കാതെ മറ്റൊരു ടൗണിൽ നിന്ന് വന്ന ഒരാൾക്ക് അവൻ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് നൽകിയിരിക്കുന്നത് എന്ന് ഹീതു ദേഷ്യത്തിൽ പറയുന്നു. ഞാൻ നേരത്തെ ഫോൺ വിളിച്ച് ബുക്ക് റിസർവ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് യൂറിൻ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ അങ്ങനെ റിസർവ് ചെയ്യുന്ന സിസ്റ്റം ഒന്നുമില്ല, ആദ്യം വരുന്നയാളിന് ബുക്ക് കൊടുക്കും എന്ന് ഹീതു പറയുന്നു.
പറഞ്ഞ് രണ്ടുപേരുടെയും തർക്കം മുറുകിയപ്പോൾ നിങ്ങളും നിർത്തുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് വലിച്ചു കീറിക്കളയും എന്ന് പറഞ്ഞ് ഇജിൻ അത് കീറാൻ തുടങ്ങുന്നു. നിനക്കെന്താ വട്ടായെന്ന് ചോദിച്ച് രണ്ടുപേരും ഒരുപോലെ ബുക്കിൽ പിടുത്തം വിടുന്നു. ബുക്ക് വളയും പിടിവിട് എന്ന് പറഞ്ഞ് ഇജിൻ രണ്ടുപേർക്കും ഇടയിൽ പെടാപ്പാട് പെടുകയാണ്. അവസാനം രണ്ടുപേരും ഒരേപോലെ പിടിവിടുന്നുണ്ട്. റൂൾസ് തെറ്റിച്ചത് ഞാനാണ്, രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൻ രണ്ടുപേരോട് സോറി പറയുന്നു. ഈ ബുക്ക് സ്റ്റോറിലെ റൂൾ അനുസരിച്ച് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട്, അങ്ങനെ നോക്കുമ്പോൾ ഹീതുവിനാണ് ബുക്ക് നൽകേണ്ടത് എന്ന് പറഞ്ഞ് ഇജിൻ ബുക്ക് അവൾക്ക് നൽകുന്നു. എന്നോട് ഇതങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് യൂറിം അവനോട് ചോദിക്കുന്നു. ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ഹീതു ബുക്ക് വാങ്ങി 3 കോയിൻ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് എത്രമാത്രം കാശാണ് ഞാനിവിടെ ചിലവാക്കിയിട്ടുള്ളതെന്ന് അറിയാമോ എന്ന് ഗമയിൽ പറയുന്നു. യൂറിം പിന്നെയും ഇജിൻ്റെ അടുത്ത് സെൻറ്റ് അടിക്കാൻ തുടങ്ങിയപ്പോൾ ഹീതു ജാടയിൽ ബുക്ക് തുറന്ന് അവളെ കേൾപ്പിക്കാനായി കുറേ ഭാഗങ്ങളൊക്കെ വാരിയെറിഞ്ഞ് സ്റ്റൈലിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. യൂറിമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇജിൻ ഫോൺ എടുത്ത് ആരോട് സംസാരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അവളെ തിരികെ ബസ് കയറ്റി വിടാൻ അവൻ കൂടി ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു. ഹീതുവിനെ നിനക്ക് എങ്ങനെയാണ് പരിചയം, നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ടെന്ന് തോന്നില്ലോ എന്ന് യൂറിം ചോദിക്കുന്നു. ഞങ്ങൾ ചെറുതായി ഫ്രണ്ട്സാണ് എന്നവൻ പറഞ്ഞപ്പോൾ അവൾ ഞങ്ങളുടെ സ്കൂളിലെ ഫെൻസിങ് ടീമിലേക്ക് മാറിയ കാര്യം നിനക്ക് അറിയാമോ എന്നവൾ ചോദിക്കുന്നു. മാറിയത് മാത്രമല്ല, മാറാൻ വേണ്ടി അവൾ കാണിച്ചു കൂട്ടിയത് എനിക്ക് നന്നായി അറിയാമെന്നവൻ പറയുന്നു. എനിക്ക് അവളെ ഇഷ്ടമല്ല, അതുകൊണ്ട് നീയും അവളോട് അത്ര അടുപ്പം കാണിക്കണ്ട. നീ എൻ്റെ ഫസ്റ്റ് ലവ് അല്ലേ, എന്നോട് അത്രയെങ്കിലും മര്യാദ കാണിച്ചുകൂടെ എന്ന് യൂറിം ചോദിക്കുന്നു. ഞാൻ നിന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു, അതെന്താ നീ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞത്? ഇപ്പോൾ അങ്ങനെയല്ലേ, എൻ്റെ കുടുംബം പാപ്പരായതുകൊണ്ടാണോ? നിന്റെ ഫസ്റ്റ് ലവിനെ കുറിച്ചുള്ള സത്യം എന്താണെന്ന് ഞാൻ തുറന്നു പറയട്ടെ. നിന്റെ ഫസ്റ്റ് ലവ് ഞാനല്ല, എൻ്റെ സ്പോർട്സ് കാർ ആയിരുന്നു. മുമ്പ് സ്പോർട്സ് കാറിൽ അവളെ പിക്ക് ചെയ്യാൻ പോയിട്ടുള്ളത് ഓർമ്മിച്ചുകൊണ്ട് ഇജിൻ പറയുന്നു. കാർ കണ്ടപ്പോഴുള്ള യൂറിമിൻ്റെ മുഖഭാവം ശരിക്കും അവളുടെ മനസ്സിലുള്ളത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ കാർ കാണുന്നതിന് മുമ്പ് വരെ നിനക്കെന്നെ ഒട്ടും വിലയില്ലായിരുന്നു എന്ന് ഇജിൻ പറയുന്നു. യൂറിം ആദ്യം നിഷേധിച്ചെങ്കിലും സത്യമാണെന്ന് പിന്നീട് സമ്മതിക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ തുറന്നു പറയണമായിരുന്നു എന്നവൾ ചോദിക്കുന്നു. അതിനെന്താ കുഴപ്പം, നീ ഇപ്പോഴും എൻ്റെ ഫസ്റ്റ് ലവിനായി കാത്തിരിക്കുകയാണ് എന്നാണ് നിന്റെ അർത്ഥം. അതൊരു നല്ല കാര്യമല്ലേ എന്ന് ഇജിൻ ചോദിക്കുന്നു. ഹീതു അടുത്ത ദിവസം സ്കൂളിലെത്തിയപ്പോഴാണ് അവളുടെ റാങ്കിന് മുന്നിലുള്ള 2 പേർ മത്സരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നതിനാൽ 26 റാങ്ക് ആണെങ്കിലും നാഷണൽ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള മത്സരത്തിന് നിനക്ക് പങ്കെടുക്കാം എന്ന് കോച്ച് അറിയിച്ചത്. ഹീതു ഉൾപ്പെടെ എല്ലാവരും അമ്പരപ്പോടെയാണ് കേട്ടത്. വിശ്വാസം വരാതെ നിൽക്കുന്ന ഹീതുവിനോട് കാലം നിനക്കൊരു അവസരം തന്നിരിക്കുകയാണ്, അത് നന്നായി ഉപയോഗിക്കാൻ കോച്ച് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.